ഉത്തമ രാമഭക്തന്റെ സമ്പൂർണ്ണ ചരിതം. വീരഹനുമാൻ ഇന്നു മുതൽ വൈകുന്നേരം 6 മണിക്ക്. നിങ്ങൾ എത്തിയോ? അത് നന്നായി. അപ്പൊ ഹോസ്പിറ്റൽ ആരേന്ദ്ര? സത്യന് ശ്യാമം വന്നിട്ടുണ്ട്. ഞങ്ങൾ വേറൊരു കാര്യം പറയാൻ ഇങ്ങോട്ട് വന്നത്. വേറെന്ത് കാര്യോ? മഞ്ചാടിയോട് ഞങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അവൾ ഓക്കെയാ. എന്തായാലും ഇനി നിങ്ങളും കൂടി ഒന്ന് പറഞ്ഞേക്ക്. അതവക്ക് കൂടുതൽ സന്തോഷമാവുള്ളൂ അല്ലേ? എന്തൊക്കെ പറഞ്ഞാലും സുശീലാന്റിക്ക് കല്യാണത്തിൽ പങ്കെടുക്കാൻ പറ്റാത്തതിന്റെ വിഷമം മഞ്ചാടിക്കുണ്ടാവും. എനിക്കും അതുണ്ട്. ആ വിഷമമൊക്കെ അവിടെ ഇരിക്കട്ടെ ഹർഷേ. സുശീലാന്റി ആഗ്രഹിച്ചതുപോലെ തന്നെ കല്യാണം നടക്കൂലൊന്ന് മാത്രം വിചാരിച്ചാൽ മതി. നീ വാ ഇന്ദ്ര. അനുപമ സംസാരിച്ച കാര്യങ്ങള് നീ അവള് പറഞ്ഞതുപോലെ തന്നെ മഞ്ചാടിക്കൊന്ന് വിവരിച്ചു കൊടുക്കണം. അച്ഛൻ കല്യാണത്തിൽ പങ്കെടുക്കുമെന്ന് പറഞ്ഞിട്ട് മഞ്ചാടിക്ക് ഇപ്പോഴും അതങ്ങ് പൂർണ്ണമായ വിശ്വാസമായില്ല. രവി, അതിലൊരു ചെറിയ പ്രശ്നമുണ്ട്. അല്ല, എന്തു പറ്റി ഇന്ദ്രേ? അനന്തൻ മാഷ് വീണ്ടും കാലു മാറിയോ? എങ്കിലത് മഞ്ചാടി അറിയിക്കണ്ടേ? കല്യാണം നമുക്ക് നടത്താം, വേറെ ആരും വേണ്ട. അനന്തൻ മാഷ് കാലുമാറിയതൊന്നും അല്ലേ ചേച്ചി. ആര് വിചാരിച്ചാലും ഇന്ന് മഞ്ചാടിയുടെ കല്യാണം നടത്താൻ പറ്റുമെന്ന് തോന്നില്ല. അതെന്താ സോനെ, കല്യാണം നടത്താൻ എന്താ തടസ്സം? പറയിന്ദ്ര, എന്താ പ്രശ്നം? രവി, ജീവൻ രാജ് അവൻ തുരുത്തിൽ നിന്ന് പുറപ്പെട്ടൊരു വള്ളം അടിയൊഴുക്കിൽ മുങ്ങി. വള്ളക്കാരനടക്കം 3 പേരുണ്ടായിരുന്നു. 2 പേര് രക്ഷപ്പെട്ടു. അതിലൊരാളെ ഇപ്പൊ കൊണ്ടുവന്നേ. മുരുകന് പരിചയമുള്ള ആരെങ്കിലും ആണോ? എല്ലാം വേണ്ടപ്പെട്ടവരാ. ഇപ്പൊ കൊണ്ടുവന്നത് ആസിഫിനെയാ. ഒഴുക്കിൽപ്പെട്ട് കാണാതായത് ജീവൻ രാജിനെയും. രവിയേട്ടാ, മോളെ മഞ്ചാടി, മോളെ മോളെ ഒന്നുമില്ല. മോളെ മഞ്ചാടി, കരയാതെ കരയാതെ മോളെ. കുഞ്ഞമ്മേ, മഞ്ചാടി കരയല്ലേ മോളെ? മഞ്ചാടി മോളെ മഞ്ചാടി, കരയാതിരിക്കേ. അപകടത്തിൽപ്പെട്ട് 2 പേര് രക്ഷപ്പെട്ടു വന്നില്ല. അതുപോലെ ജീവൻ രാജൻ തിരിച്ചു വരും. നീ കരയാതെ, നീ സമാധാനായിട്ടിരിക്കെ. ഇല്ല ഇല്ല ചേച്ചി, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ജീവൻ ഇപ്പൊ കാണണം. എന്നെ ഒന്ന് അവിടേക്ക് കൊണ്ടുപോയി ഇന്ദ്രേട്ടാ. മഞ്ചാടി, നീ സമാധാനത്തിലെ കാര്യങ്ങൾ മനസ്സിലാക്കണം. ജീവൻ രാജിന് വേണ്ടി അവിടെ തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുക. എന്തെങ്കിലും വിവരം കിട്ടിയാ അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം. വള്ളം മറിഞ്ഞ കായലിൽ ഒഴുകിപ്പോയ അവനെ ഇനി എനിക്ക് ജീവനോട് തിരിച്ചു കിട്ടും ഇന്ദ്രേട്ടാ. മഞ്ചാടി,
മഞ്ചാടി, മഞ്ചാടി,